അയ്യാ വണക്കം. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഏതോ സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്നത് പോലെ എന്തിനാടോ നായരെ ഈ വയസ്സാം കാലത്ത് എന്നെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറയും പോലെ എന്നെ എന്തിനാണ് ഈ വയസ്സാം കാലത്തിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് നിൻ്റെ അടുത്തൊക്കെ ചോദിക്കാനായിട്ടുള്ളൂ. രാഹുൽ ഗാന്ധി പുതിയ ആരോപണമായിട്ട് എത്തിയിരിക്കുകയാണ്. വീണ്ടും പഴയ ബോംബ് കഥ തന്നെ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് ഡിഫറൻറ്റ് റിസൾട്ട് വല്ലതും കിട്ടുമെന്ന് അറിയാനായിട്ട് ചെകഞ്ഞ് പരിശോധിക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ ഇത്രയും കണ്ടാന്തരം പിടിച്ച കാര്യങ്ങൾ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പണ്ടാരം ജയിച്ചോട്ട് എന്ന് വരെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അമ്മാതിരി ഒരടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ ഏറ്റെടുക്കാൻ കുറേ മാധ്യമങ്ങളും എടീ നിനക്കൊക്കെ വയ്യേടേ, തലയ്ക്ക് വല്ല ഓളം ഉണ്ടാ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അല്ല, ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ആ മീഡിയ ഫണ്ട് എന്ന് പറഞ്ഞ ചാനലിൽ നിഷാദ് എന്ന് പറയുന്ന ഒരുത്തൻ അങ്ങ് അലറി വിളിക്കുകയാണ്. അതായത് തൊണ്ട പൊട്ടുമാർ അലറയാണ്. ഒരുമാതിരി കമൻറ്റേറ്റർ ചെയ്യുന്നത് പോലെ നമ്മുടെ ഷൈജു ദാമോദരനൊക്കെ നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി. ഞാൻ വിചാരിച്ചു അവന് ചുഴലി വരുമെന്ന്. സത്യമായിട്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് തെറി പറയുകയാണ്. തെറി എന്ന് പറഞ്ഞാൽ തെറി 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 ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ നാട്ടിലുള്ള. പിന്നെ ഇതിനോടൊന്നും കേന്ദ്ര സർക്കാർ ആക്ട് ചെയ്യാതിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മണ്ടനെ എടുത്ത് കേന്ദ്ര സർക്കാർ വല്ലതും എടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ ഈ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. നരേന്ദ്രമോദി ഇപ്പോൾ എടുക്കുന്നതിൻ്റെ ഓവർ ടൈം പണി എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും BJP ഇങ്ങനെ ഈ മണ്ടനെ നിലനിർത്തി പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇയാൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും. അത് പൊളിച്ചെടുക്കുമ്പോൾ BJPക്ക് ഒരു മൈലേജാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇയാൾക്കങ്ങ് കൈ മെയ് മറന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇയാൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയാണ്. കണ്ണടച്ച് അങ്ങ് അംഗീകരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം, ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ആ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു BJP നേതാവിൻ്റെ ഒരു ബൈറ്റ് രാഹുൽ ഗാന്ധിന്ന് ഹരിയാനയിൽ വോട്ട് ജോലി നടന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കാണിക്കുന്നു. അതിൽ ഗോപാലകൃഷ്ണൻ എന്താ പറയുന്നത്? ജമ്മു കശ്മീരിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ആളെ ചേർക്കും ഇവിടെ. BJP ഒരു വർഷം ഇവിടെ കൊണ്ട് താമസിപ്പിക്കും, ഇവിടെ വോട്ടർ പട്ടികയിൽ ചേർക്കും, വേണമെങ്കിൽ നമ്മൾ ജയിക്കും. ഇതിവിടെയുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു സംഭവമാണ്. ഇത് രാഹുൽ ഗാന്ധി എടുത്തിട്ട് വലിയ ബൈറ്റാക്കി അങ്ങനെ കാണിക്കുകയാണ്. പോയില്ലേ, അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? എന്നിട്ടും നമ്മളെ മാധ്യമങ്ങൾ ഇതാ ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങുകയാണ്. അല്ല, ഗോപാലകൃഷ്ണൻ നിങ്ങളോടല്ലേ പറഞ്ഞത്? അയാൾ പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്തിനായിരുന്നു? അതിനു മുമ്പ് നിങ്ങൾ കുറേ ചോദ്യങ്ങൾ അയാളോട് ചോദിച്ചില്ലേ? ആ ചോദ്യം ചോദിച്ചതിൽ അയാൾ പറഞ്ഞ എന്താണ്? ഈ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ വോട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ചേർക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണോ? അല്ല. അതായത് ഉദാഹരണത്തിന് എനിക്ക് കേരളത്തിൽ ഞാൻ ജീവിക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് നാളെ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യത്തിന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടി. ഞാൻ നേരെ തൃശ്ശൂർ പോയി ഒരു 5 കൊല്ലം അവിടെ പണിയെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് 5 കൊല്ലം അവിടെ പണിയെടുക്കുമ്പോൾ എനിക്ക് ഇവിടെയുള്ള വോട്ടർ ID അല്ലെങ്കിൽ വോട്ടർ പട്ടിക അല്ലെങ്കിൽ എനിക്ക് വോട്ടവകാശം ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. എനിക്ക് ആ സമയത്ത് തിരുവനന്തപുരത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു 5 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇത്തവണ ഇവിടെ എനിക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് എനിക്കവിടെ പറഞ്ഞൂടെ? പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി തരില്ലേ? തരും. അപ്പോൾ എനിക്ക് ഇവിടെയും വോട്ട് കാണും, അവിടെയും വോട്ട് കാണും. ഞാൻ അവിടെ മാത്രം വോട്ട് ചെയ്യുന്നു, ഇവിടുത്തെ വോട്ട് ഞാൻ ചെയ്യുന്നുമില്ല. ഇവിടെയും വന്ന് ഞാൻ വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഏതെങ്കിലും CPM കാരനോ കോൺഗ്രസ്സുകാരനോ BJP കാരനോ ഇവിടെ വന്ന് വോട്ട് ചെയ്താലാണ് അത് കള്ള വോട്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കാര്യം നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമല്ല. സത്യം പറഞ്ഞാൽ BJP രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും മെയ് മറന്ന് നല്ല മെയ്വഴക്കത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ബീഹാറിൽ ഇലക്ഷൻ വെച്ചിരിക്കുന്ന സമയം, ബീഹാറിൽ ഒരു വലിയ ഉത്സവത്തിൻ്റെ സീസണാണ്. ആ സമയത്ത് സ്പെഷ്യൽ ട്രെയിനും അങ്ങോട്ടേക്ക് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തുള്ള എല്ലാ ബീഹാറികൾക്കും അങ്ങോട്ടേക്ക് എത്താൻ ആർക്കും സംശയമൊന്നും തോന്നില്ല. കാരണം നമ്മൾ ഫെസ്റ്റിവലിന് പോകുകയാണല്ലോ, സ്പെഷ്യൽ ട്രെയിനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് അവിടെ ആൾക്കാർ വന്നിറങ്ങുന്നത്. പോകുന്ന കൂട്ടത്തിൽ വോട്ടും കൂടെ ചെയ്യാം. അതിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതിവിടെയുള്ള മാധ്യമങ്ങൾക്കും അറിയാമെന്ന് ഗോപാലകൃഷ്ണൻ ഇവരുടെ മുമ്പിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ടാണ് ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് എടുത്തിട്ട് യുവമാരങ്ങ് സുനത്തുന്നത്. എനിക്ക് മനസ്സിലായി അവിടെ തന്നെ പൊളിഞ്ഞു ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള സകല കമ്മിക്കൂട്ടങ്ങൾക്കും പിന്നെ ഇവിടെയുള്ള സകല സുഡാപ്പികൾക്കും ഇവിടെയുള്ള കൊങ്ങികൾക്കും അദ്ദേഹം ഒരു പ്രതീക്ഷയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് തങ്ക കട്ടിയാണ്, അദ്ദേഹം തങ്ക കമ്പിയാണ് എന്നൊക്കെ ഇങ്ങനെ എഴുതുക, അങ്ങനെ കോരി തരിക്കാം. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സെറ്റപ്പ്? മനുഷ്യനെ ഈ പാദയാത്ര ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഇതൊക്കെ പൊളിച്ചെടുക്കണമല്ലോ. ബീഹാറിനെ മൊത്തത്തിൽ അങ്ങ് രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ച് ബീഹാറിൽ വോട്ട് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പറയാൻ ഞാൻ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതെന്തരടേ,
ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചോദ്യം ഉണ്ടാകുമെന്ന് പറയാമെന്ന്. അതായത് ഇലക്ഷന് മുമ്പല്ലേ പറയാനായിട്ട് എളുപ്പം, കാരണം ഇലക്ഷന് മുമ്പാണ് SIR നടന്നത്. ഇലക്ഷന് മുമ്പാണ് അവിടെ വോട്ട് ചേർക്കുന്ന പ്രക്രിയ നടക്കുന്നത്. ഈ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിന് വോട്ടില്ലെങ്കിൽ ഇവിടെ BJP കാരന്മാരും CPM കാരനും കോൺഗ്രസ്സുകാരനും സുഡാപ്പി എല്ലാം കൂടെ വന്നിട്ടാണ് യവനെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. യവന്മാരും എല്ലാവരും കൂടെ ചേർന്നാണ് പിടിച്ചങ്ങോട്ട് ചേർക്കുന്നത്. അപ്പോൾ യവന്മാർക്കറിയാം ഒരു കുടുംബത്തിൽ എത്ര വോട്ടുണ്ട്, അവിടെ ഉള്ളവൻ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യം വരെ ഇവിടെയുള്ള CPMൻ്റെ അണിക്കറിയാം, കൃത്യമായിട്ടറിയാം. അതിലൊക്കെ അവരെ സംഘടനാ സെറ്റപ്പ് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഒരു കുടുംബത്തിൽ ഇവർ സ്ഥാനാർത്ഥിയായിട്ട് പോകുമ്പം വോട്ട് ചോദിക്കാൻ കയറുന്നില്ലെങ്കിൽ അവർക്കറിയാം, സഖാവ് അങ്ങോട്ട് കയറാൻ പോകുമ്പോൾ പറയും അങ്ങോട്ട് കയറണ്ട, അതൊരു RSSകാരുടെ വീടാണ് എന്ന് പറയും. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, യഥാർത്ഥത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. വോട്ട് കിട്ടൂല പിന്നെ എന്തിനാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വന്നാണ് ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് അപ്പുറം ഇപ്പുറമുള്ള ഏതെങ്കിലും ഒരു കള്ള വോട്ട് ചേർക്കുന്നെങ്കിൽ അത് അപ്പം പിടിക്കാമല്ലോ. അപ്പം പിടിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ കയ്യോടെ തൂക്കി രാഹുൽ ഗാന്ധിയുടെ ഫ്രണ്ടിലോ കോടതിയുടെ മുമ്പിലോ എവിടെ വേണമെങ്കിലും കൊണ്ട് ഹാജരാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ബീഹാർ ഇനി ഇലക്ഷൻ കഴിഞ്ഞ് പറയാം, അതായത് തോക്കും, 8 നിലയെ പൊട്ടും. 8 നിലയെ പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ പറയാം ഇവിടെയൊക്കെ വോട്ട് ചോദിയായിരുന്നു, ഞാൻ ജയിച്ചില്ലല്ലോ അതുകൊണ്ട് മൊത്തം വോട്ട് ചോദിയായിരുന്നു എന്ന് പറയാം. ബീഹാറിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. ബീഹാറിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം ഇതിൻ്റെ സമാപന സമ്മേളനത്തിന് 10,000 പേരെ ഒരുമിച്ച് ചേർക്കാൻ കഴിഞ്ഞോ ത്രിവിക്രമ എന്ന് മാത്രമേ രാഹുൽ ഗാന്ധിയോട് എനിക്ക് ചോദിക്കാനുള്ളൂ. മറ്റേ മൈതാനം ഉണ്ടല്ലോ, രാമലീല മൈതാനം, അതിങ്ങനെ കാലിയടിച്ച് കിടക്കുന്നതാണ് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പോരാത്തതിന് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഇലക്ഷൻ വിഷയമേ ആയി മാറിയില്ല. സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഇലക്ഷനിൽ തിരിഞ്ഞു നോക്കിയില്ല, രാഹുൽ ഗാന്ധിയെ പോലും തിരിഞ്ഞു നോക്കിയില്ല. ആ ഏരിയയിൽ വന്നാൽ പട്ടി അഴിച്ചു വിടുമെന്നാണ് നമ്മുടെ ലല്ലു പ്രസാദ് യാദവിൻ്റെ മോനായിട്ടുള്ള തേജസ്വി യാദവ് പറഞ്ഞത്. ഈ ഏരിയയിൽ കാലുകുത്തി പോലും എന്ന് ലല്ലു പ്രസാദ് യാദവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല സ്ഥലങ്ങളിൽ ഇവന്മാർ തമ്മിൽ അടിയാണ്. അവിടെ വോട്ട് ചോരി ആരെടുത്തു? അത് ബീഹാറിൽ നിന്നല്ലേ ഇത് തുടങ്ങിയത്. ബീഹാറിൽ തുടങ്ങി വോട്ട് ചോരി പൊളിഞ്ഞെന്നറിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? എവിടെ ടൂറ് പോയി, എനിക്ക് തോന്നുന്നു പട്ടായയിലോ ബാങ്കോക്കിലോ വിയറ്റ്നാമിലോ എവിടെയൊക്കെ പോയിരുന്നു. അതിനുശേഷം നേരെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെയൊക്കെ ചെന്നിരിക്കുന്നത് കണ്ടു. അവിടെ ചെന്നിരുന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഒരു സൈക്കിളിൽ 2 പേര് കയറുന്നു, ആ സൈക്കിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 കിലോ അല്ലെങ്കിൽ 50 കിലോ. അങ്ങനെയാണെങ്കിൽ 3000 കിലോ ഉള്ള വിമാനത്തിൽ 50,000 പേര് കയറണ്ടേ? എന്തൊക്കെയാണ് ഈ പറയുന്നത് സാർ എന്താണ്? താങ്കളൊരു പ്രതിപക്ഷ നേതാവല്ലേ, അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് വാരി വിതറല്ലേ? ഇത് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം റീലും ഒന്നുമല്ല, ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറാനായിട്ട്. അതുകൊണ്ട് കുറച്ച് മെച്യൂരിറ്റിയൊക്കെ ആവാം. അപ്പോൾ ഇവിടെ ഈ H5 ഹൈഡ്രജൻ ബോംബാണെന്നാണ് എനിക്ക് തോന്നണത്. ഈ സംഭവം 2024 ഹരിയാന തെരഞ്ഞെടുപ്പ് 8 നിലയെ പൊട്ടിയല്ലോ. ഹരിയാനയിൽ എങ്ങനെയാണ് പൊട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് കാലി വാരി. ഇതൊക്കെ റിപ്പോർട്ട് പുറത്ത് വന്നതാണ്. അവിടെ RSS ഇറങ്ങി പ്രവർത്തിച്ചു. RSSൻ്റെ അന്തർധാരയിലുള്ള പ്രവർത്തനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ആ സമയത്ത് പുറത്ത് വന്നതാണ്. ഓരോ കുടുംബങ്ങളിലും RSS നടത്തിയ മീറ്റിംഗ്, അതായത് കുടുംബ യോഗങ്ങളൊക്കെ നടത്തി RSS വമ്പൻ പ്രവർത്തനം കാഴ്ചവെച്ചു. ഈ കോവിഡ് സമയത്ത് ചേരി പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇവർ പ്രവർത്തനം നടത്തിയത്, അതുപോലെ വമ്പൻ രീതിയിലുള്ള പ്രവർത്തനം യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ നടത്തി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ 2024 ഹരിയാന, ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ 25 ലക്ഷം കള്ള വോട്ട് ചേർത്തെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 8 വോട്ടിടുന്നതിൽ 1 വോട്ട് വ്യാജ വോട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി വച്ച് കീച്ചുന്നുണ്ട്. അല്ല, അപ്പം ഒരു ചോദ്യമുള്ളത്, ഈ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഹരിയാനയിൽ കോൺഗ്രസ് അങ്ങ് സ്വനത്തും ഹരിയാനയെക്കാട്ടിൽ ശക്തി കോൺഗ്രസ്സിന് ലോകത്തൊരിടത്തും ഇല്ല എന്നൊക്കെയാണ് ആ സമയത്ത് ഇവിടെയുള്ള മാധ്യമങ്ങളും മാപ്രകളും ഇരുന്ന് തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 25 ലക്ഷം വോട്ട് അവിടെ ഇങ്ങനെ കള്ള വോട്ടായി മാറിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരും. അപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാർക്കും തോന്നും അതിന് കോൺഗ്രസ് എന്ത് ചെയ്യാൻ എന്ന് പല ആൾക്കാർക്കും തോന്നും. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷൻ വരുന്നതിന് മുമ്പേ BJP ചേട്ടന്മാരും കോൺഗ്രസ് ചേട്ടന്മാരും CPM ചേട്ടന്മാരൊക്കെ എൻ്റെ അടക്കമുള്ള വീട്ടിൽ വന്നിട്ട്, എടേ നിൻ്റെ ഒരു മോനില്ലേ, അവന് 18 വയസ്സ് കഴിഞ്ഞല്ലോ, അവനെ നീ എന്ത് ചേർക്കണില്ലേ, വോട്ടർ ലിസ്റ്റ് ചേർക്കണില്ലേ, ഇന്നാ ചേർക്കാനുള്ള ഫോമൊക്കെ നമ്മൾ തരാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരും. അതായത് അവർക്ക് നമ്മളെ വോട്ടർ ലിസ്റ്റിൽ ചേർക്കണം, അതാണ് അവരുടെ പണി എന്ന് പറയുന്നത്. അതായത് ഈ അണികളുടെ പണി. ആ സമയത്ത് അവർ ഫ്രീക്ക് പേരൊക്കെ ഇട്ട് ബൂത്ത് ഏജൻറ്റുമാർ എന്ന രീതിയിലാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നമ്മളെ വീട്ടിൽ വോട്ടില്ലാത്ത ആളെ, അയാൾ പ്രായപൂർത്തിയായി ഇലക്ഷൻ ID കാർഡ് ഉണ്ടെങ്കിൽ വോട്ടറാക്കി മാറ്റുക, ചേർക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി. ഇവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വ്യാജന പിടിച്ച് കയറ്റിയാൽ ഇവർക്കറിയാൻ പറ്റും. CPMകാരെ ഒരു വ്യാജന പിടിച്ച് കയറ്റിയാൽ BJPക്കാരനും, BJPക്കാരെ ഒരു വ്യാജന പിടിച്ച് കയറ്റിയാൽ കോൺഗ്രസ്സുകാരനും, കോൺഗ്രസ്സുകാരെ ഒരു വ്യാജന പിടിച്ച് കയറ്റിയ ഇവന്മാർക്ക് 2 പേർക്ക് CPMനും BJPക്കും അടക്കം അറിയാൻ പറ്റും, തൂക്കാനും പറ്റും. ആ സമയത്ത് അതൊന്നും നടക്കുന്ന കേസല്ല എന്നുള്ളതാണ്
എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ക്ലറിക്കൽ ഇററുകൾ പല സ്ഥലത്തും വരാം, അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹരിയാനയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹരിയാനയിൽ ഈ വോട്ട് ചേർക്കാനുള്ള മാസീവായിട്ടൊരു ഡ്രൈവ് നടന്നു. അതായത് ഇലക്ഷൻ ID ഉള്ള വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത 18 തികഞ്ഞ ചെറുക്കന്മാരുണ്ടെങ്കിൽ വോട്ടിച്ചിട്ട് പിടിച്ച് ഹരിയാനയിൽ വോട്ടിൽ ചേർക്കും, അതായത് ഈ ലിസ്റ്റിൽ ചേർക്കും. ഒരു കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണെങ്കിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും എല്ലാം അവിടെ എത്തും. BJPക്കാരൻ ബ്രെയിൻ വാഷ് ചെയ്യാത്തും, കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും, ഇവനെ പിടിച്ച് വോട്ടർ ലിസ്റ്റിൽ ചേർത്താൽ നമുക്കൊരു വോട്ട് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഓടിയെത്തും. അങ്ങനെ ഓടിയെത്തുന്ന സാഹചര്യത്തിൽ ഈ വ്യാജ വോട്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായി അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്തൊന്നും ഒരു കുരുവില്ലായിരുന്നു. ഈ സമയമാണ് നാക്കി കുരു വരണ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇനി 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, 1.24 ലക്ഷം വ്യാജ ഫോട്ടോകൾ ഇതിനകത്തുണ്ട്. പിന്നെ 22 തവണ മൾട്ടിപ്പിൾ വോട്ടിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിച്ചു. ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം 22 തവണ ഉപയോഗിച്ചു എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഈ ബ്രസീലിയൻ മോഡൽ ഇന്ത്യ ടുഡേയിൽ എരണംകെട്ട വർത്താനം പറയരുത് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ആ ബ്രസീലിയൻ മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് പിങ്കി ജുഗീന്ദർ എന്നാണ്. അവർ പറയുന്നത് ഈ ഫോട്ടോ നേരത്തെ അതിനകത്ത് കിടന്ന ഫോട്ടോയാണ്. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പലതവണ പറഞ്ഞു ഇത് മാറ്റുമെന്ന്, പക്ഷേ വോട്ട് ചെയ്തത് ഞാനാണ്, എൻ്റെ വോട്ട് ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ ഇന്ത്യ ടുഡേക്ക് ബൈറ്റ് കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കില്ല. മാധ്യമങ്ങൾ അതൊന്നും കാണിക്കില്ല. മാധ്യമങ്ങൾക്ക് വേറെ പല അജണ്ടകളുമാണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി യുവമാർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ ഡ്രൈവ്, അതായത് ആൾക്കാരെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കാനുള്ള ഈ ഡ്രൈവ് നടന്നപ്പോൾ കോൺഗ്രസ്സിന് അവിടെ യാതൊരുവിധ പരാതിയില്ലായിരുന്നു. അപ്പോൾ ഒരു വോട്ടും വ്യാജ വോട്ടല്ലായിരുന്നു കോൺഗ്രസ്സിന്. അതിനുശേഷം 5 പരാതി കോൺഗ്രസ് അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് കൊടുത്തു. 5 പരാതി കൊടുത്തപ്പോൾ 5 പരാതിയും കോടതി പൂട്ടിക്കെട്ടിയവന്മാരെ കഷത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആ കണ്ടം വഴി ഓടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഓടിക്കൊള്ളാൻ പറഞ്ഞ സാഹചര്യത്തിൽ ആ പരാതി, കോടതി പറഞ്ഞ ആ വിധിയെയോ ആ പ്രസ്താവനകളോ ഒന്നും ചലഞ്ച് ചെയ്യാതെ വായും പൊത്തി അവിടെ ഇങ്ങനെ കുമ്പിട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോഴും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വന്ന് രാജ്യത്തെ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വോട്ട് ചോരി വോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബൂത്തിലൊക്കെ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോകുമല്ലോ. ഈ വോട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ബൂത്തിലോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ബൂത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന CPM കാണും, BJPക്കാരൻ കാണും, കോൺഗ്രസ്സുകാരൻ കാണും. 3 ആൾക്കാരും അതിനകത്ത് കാണും. ഒരാൾ വീതം കാണും ഒരു പാർട്ടിയിൽ നിന്ന്. കയറി ചെല്ലുമ്പോൾ തന്നെ എന്നെ കാണുമ്പോൾ അവർക്കറിയാം, എടാ ഇത് നമ്മളെ വാർഡിലെ ചെറുക്കനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ വഴി അവൻ്റെ വോട്ട് BJPക്ക് അല്ലെങ്കിൽ അവൻ്റെ വോട്ട് CPMനാണ്, ഗാന്ധിക്ക് അവൻ കുത്തു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ചകളൊക്കെ നടക്കും. അപ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ 3 ആൾക്കാർ നോട്ട് ചെയ്യുമോ, ഇവൻ നമ്മളെ മറ്റേ അണ്ണൻ്റെ മോയ്, അവൻ നല്ല പയ്യനാണ്, അല്ലെങ്കിൽ ചിലവന്മാർ പറയും അഴുക ചെറുക്കൻ തന്തേക്കാൾ മോശം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ അടിച്ചുകൊണ്ട് അവിടെ കുറേ എണ്ണം ഇരിക്കണമായിരിക്കും അതിനകത്ത്. അവർക്ക് കൃത്യമായിട്ടറിയാം ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ടറിയാം. CPMനാണത് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളത്. CPM ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM ഏതെങ്കിലും വീട്ടിൽ വോട്ട് ചോദിക്കാതെ പോകുന്നുണ്ടെങ്കിൽ സഖാവ് തൊട്ടടുത്തിരിക്കുന്ന സഖാവ് പറയാം ആ വീട്ടിൽ കയറേണ്ട, അവൻ RSSകാരനാണ്, കയറേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ബൂത്ത് ഏജൻറ്റുമാരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാം ഒരാൾ വരുമ്പോൾ ഇവൻ മറ്റവൻ ധനുഷ് വോട്ട് ചെയ്തിട്ട് പോയവൻ, പിന്നെ ഞാൻ കയറി ചെന്നാൽ അപ്പുറത്തെ CPMും കോൺഗ്രസും പറയട്ടെ നീയല്ലേ ഇപ്പോൾ വോട്ട് ചെയ്തിട്ട് പോയത് എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് വ്യാജ ഫോട്ടോ ഉപയോഗിച്ച് കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് നമ്മുടെ ഈ സെറ്റപ്പിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് വന്നിങ്ങനെ നട്ടും ബോൾട്ട് വഴിച്ച് വെറും കൂറയാണെന്ന് പറയാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ പിന്നെ സഹിക്കാം. മണ്ടത്തരം വേറെ പറഞ്ഞ് രംഗത്തെത്തുന്നതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്ത. അതൊന്നും നമുക്ക് എന്തായാലും ഒന്ന് പൊളിച്ചെടുക്കണം. അതായത് എന്തുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയോട് വീണ്ടും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് സുപ്രീം കോടതിയിൽ ഞാൻ പോകാത്തതിൻ്റെ കാരണം സുപ്രീം കോടതി എൻ്റെ അടുത്ത് വരട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് ഞാൻ എന്തിന് തെങ്ങിൽ കയറി തേങ്ങ ഇടണം, തേങ്ങ വേണമെങ്കിൽ എൻ്റെ തലയിലോട്ട് വീഴട്ടെ എന്നുള്ളൊരു ലൈനാണ് രാഹുൽ ഗാന്ധി എടുക്കുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതാ പറയുന്നത് നിങ്ങൾ കേട്ടില്ല. അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതി ഇങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, ഞാൻ പോവില്ല എന്ന് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെയുള്ള അണികൾക്ക് ക്യാപ്സ്യൂൾ വേണമല്ലോ. അണികൾ പ്രധാനമായിട്ട് ഇറക്കുന്ന ക്യാപ്സ്യൂൾ, ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ നീക്കി സ്വന്തം ആളെ നരേന്ദ്രമോദി ഇരുത്തി. ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ഇല്ല, ചീഫ് ജസ്റ്റിസിനെ എടുത്ത് കളഞ്ഞു, എന്നിട്ട് മോദി സ്വന്തം ആളെ ഇരുത്തി. ഇതുകൊണ്ട് രാഹുൽ ഗാന്ധി പോയിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്, ഇലക്ഷൻ കമ്മീഷനെതിരെ ജനങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം ഇല്ലാതാക്കി.
ആര്? നരേന്ദ്രമോദി ഇല്ലാതാക്കി. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് രാഹുൽ ഗാന്ധി പോയിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പില്ല. ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ തെളിവുകൾ 5 വർഷം സൂക്ഷിച്ചത് 45 ദിവസമായി കുറച്ചു. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് കാര്യമില്ല. ഇനി VVPAT തെളിവുകളും മറ്റും 45 ദിവസത്തിനകം കത്തിച്ചു കളയാൻ നരേന്ദ്രമോദി പറഞ്ഞു. ഇതൊക്കെ നിയമമാണ്. അതായത് തെളിവില്ല, കോടതി ഇടപെടലില്ല, ഒന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരവാദിത്തം പോലുമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കോടതിയിൽ പോയിട്ട് കാര്യമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തെരുവിലേക്കിറങ്ങി നരേന്ദ്രമോദിയെ മറിച്ചിടൂ, സമരം ചെയ്യൂ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുത്താനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് പല സ്ഥലത്തും. ഞാൻ ഇതിൻ്റെ വസ്തുതയൊന്ന് പരിശോധിച്ച് നോക്കി. ഇതിൽ ആദ്യത്തെ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത്, ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ നീക്കി സ്വന്തം ആളെ ഇരുത്തി എന്നാണ് പറയുന്നത്. അത് സത്യമല്ല, പക്ഷേ തെറ്റുമല്ല, ഭാഗികമായി ശരിയാണ്. ഈ സുപ്രീം കോടതി ജഡ്ജിയെ ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സമിതിയിൽ നിന്ന് നീക്കിയത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം കൊണ്ടാണ്. അങ്ങനെ 2023 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ 3 പേരാണ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ ഇരിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ആളാരാണ്? ചെയർപേഴ്സൺ ആരാണ്? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഞാൻ പറഞ്ഞില്ലേ മോദി തന്നെയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് സുഡാപ്പികൾ ഇപ്പോൾ വരും. അടങ്ങ്, അടുത്ത ആളെ പറയാം. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ, അതായത് രാഹുൽ ഗാന്ധിയാണ് രണ്ടാമത്തെ ആൾ. ഈ ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സമിതിയിൽ ഒന്ന് മോദി ചെയർപേഴ്സൺ, രണ്ടാമത് രാഹുൽ ഗാന്ധി, മൂന്നാമത് ഇന്ത്യൻ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി. അതായത് ഇവർക്ക് രണ്ടുപേർക്കും നടുവിൽ നമ്മുടെ ഘനഗംഭീരമുള്ള തങ്കക്കട്ടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇരിപ്പുണ്ട്, രണ്ടുപേരുടെയും കൊങ്ങയ്ക്ക് കയറി പിടിക്കാൻ. രാഹുൽ ഗാന്ധിയും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് അത്ര എളുപ്പത്തിനാണെങ്കിൽ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇട്ടത്? ചീഫ് ജസ്റ്റിസിനെ തന്നെ അങ്ങ് ഇട്ടാൽ പോരെ. കാരണം നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് ചീഫ് ജസ്റ്റിസ് സംഘിയാണ്, ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഓശാന പാടുകയാണ്, കോടതി സംഘി കോടതിയാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ടാൽ പോരെ. ഇനി അടുത്ത ഒരു മണ്ടത്തരവുമാര് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനെതിരെ ജനങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കേസ് കൊടുക്കാം, ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കാം, നേരിട്ട് തന്നെ കേസ് കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള നിയമവ്യവസ്ഥയും ഇവിടെയുണ്ട്. ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെതിരെ ജനങ്ങൾക്ക് കേസ് കൊടുക്കാമെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടാൻ സുപ്രീം കോടതിക്ക് സാധിക്കില്ല. ഇതെന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് സാധിക്കാത്തത്? സുപ്രീം കോടതിക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 329B ആണ്. ഭരണഘടന ഇങ്ങനെ പൊക്കി പിടിച്ചാൽ പോലെ അതൊന്ന് തുറന്നു നോക്കണം ഇടയ്ക്ക്. ആ 329B കാരണമാണ് സുപ്രീം കോടതിക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കാത്തത്. അതിന് പരിധിയുണ്ടെന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടയിൽ, അതായത് പോൾ പ്രോസസ്സിനിടയിൽ എന്താണ് കോടതികൾ ഇടപെടരുതെന്ന് ഭരണഘടനയിലെ 329B ആർട്ടിക്കിൾ പറയുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലത്തിനെതിരെ ഇലക്ഷൻ പെറ്റീഷൻ മുഖേന ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആർക്ക് വേണമെങ്കിലും പോകാം, രാഹുൽ ഗാന്ധിക്കും പോകാം. എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അടുത്ത യുവമാർ പറയുന്ന കാര്യം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ തെളിവുകൾ 5 വർഷം സൂക്ഷിച്ചത് 45 ദിവസമായി കുറച്ചു എന്നുള്ളതാണ്. 5 വർഷം സൂക്ഷിക്കേണ്ട വീഡിയോ 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? CCTV ഫുട്ടേജ് ഡിലീറ്റ് ചെയ്ത് കളയും എന്നാണ് അടുത്ത ആരോപണം എന്ന് പറയുന്നത്. ഇതും പൊട്ടത്തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന SOP പ്രകാരം CCTV ഫുട്ടേജ് 30 ദിവസം സൂക്ഷിക്കണമെന്ന് മാത്രമാണ് സാധാരണ പ്രക്രിയ. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങൾ 30 ദിവസം സൂക്ഷിച്ചാൽ മാത്രം മതി. കോൺഗ്രസിൻ്റെ കാലം തൊട്ടേ 30 ദിവസമേ അവർ സൂക്ഷിക്കൂ. പക്ഷേ നരേന്ദ്രമോദിയുടെ കാലം എത്തിയപ്പോൾ 5 വർഷം സൂക്ഷിക്കണമെന്ന നിയമം ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ നിയമം ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് 5 വർഷം സൂക്ഷിച്ചില്ല എന്നുള്ളൊരു ആരോപണം നമുക്ക് ഉന്നയിക്കാമെന്ന് ഏതോ ഒരു കോൺഗ്രസ് മണ്ടൻ്റെ തലയിൽ അങ്ങ് ഉദിച്ചു. അപ്പോൾ വേറൊരു കോൺഗ്രസ്സുകാരൻ ചോദിച്ചാൽ, അല്ല അങ്ങനെ നിയമമില്ലല്ലോ, 5 വർഷം സൂക്ഷിക്കണോ, നമ്മൾ 30 ദിവസം കഴിയുമ്പോഴേ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയില്ലേ, അല്ല അന്ന് വോട്ട് ജോലിയില്ല, അതുകൊണ്ട് ഇപ്പം നമുക്കിതെടുത്ത് വീശാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ 30 ദിവസത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നുവെന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്നു. 5 കൊല്ലം എന്തുകൊണ്ട് സൂക്ഷിച്ചില്ല എന്ന് നമ്മൾ പറയുന്നു. സൂക്ഷിക്കാൻ നിയമമുണ്ടോ? നിയമമില്ല, നമ്മളങ്ങ് പറയുന്നു 5 കൊല്ലം സൂക്ഷിക്കണം. അടുത്ത 5 കൊല്ലം കഴിഞ്ഞാലേ ഇലക്ഷൻ വരും. നമ്മളങ്ങനെ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു. ഇതാണ് ഇവന്മാരുടെ അടുത്ത ആരോപണം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആരോപണമുണ്ട്. VVPAT തെളിവുകൾ 45 ദിവസത്തിനകം കത്തിച്ച് കളയാൻ മോദി പറഞ്ഞു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആരോപണം ഭാഗികമായി തെറ്റാണ്. ഈ
വി പാറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നത് 45 ദിവസത്തിന് ശേഷമല്ല എന്ത് ചെയ്യുന്നത്, നശിപ്പിച്ച് കളയുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് 45 ദിവസത്തിനകം വോട്ടിനെതിർപ്പായി കേസ്, ഇലക്ഷൻ പെറ്റീഷൻ ഒന്നും തന്നെ ഫയൽ ചെയ്തില്ലെങ്കിൽ മാത്രം വി പാറ്റ് നശിപ്പിക്കാം എന്നുള്ളതാണ് നിയമം. ആ സമയം 45 ദിവസത്തിനകം രാഹുൽ ഗാന്ധി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കില്ല. ഇതാണ് നിയമം. മനസ്സിലായോ? ആരോടാ? അപ്പോൾ അതാണ് നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസമുണ്ട്. അതിനിടയിൽ കേസൊക്കെ ഓടിക്കൊണ്ട് കൊടുത്തോണം. ആ കേസിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോണം. SIR ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അല്ലാതെ 45 ദിവസം കഴിഞ്ഞിട്ട് 45 ദിവസം കഴിഞ്ഞപ്പോൾ അവരത് നശിപ്പിച്ച് കളഞ്ഞു സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തങ്ക കട്ടിയാണ്, തങ്ക കമ്പിയാണെന്ന് പറഞ്ഞ് പോസ്റ്റിടാൻ ആൾ കാണും, പക്ഷേ അത് വിശ്വസിക്കുക ആൾ കാണില്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ വസ്തുത എന്നിരിക്കെ എന്ത് കണ്ടിട്ടാണ് ഈ വേട്ടാവളിയന്മാരൊക്കെ ഈ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സീരിയസ് ആയിട്ട് മനസ്സിലാവും. പക്ഷേ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തിടാനൊന്നും പോകില്ല. കാരണം ഇങ്ങനെ പിടിച്ച് അകത്തിട്ട് ഏതെങ്കിലും ഒരു ബുദ്ധിമാൻ ആ സ്ഥാനത്ത് കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി ഒരു വകുപ്പ് ഇതിനകത്തുള്ളത് ഞാൻ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അല്ല, നമ്മുടെ സഞ്ജയ് ഗാന്ധിയൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തത്, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മോനെ. അപ്പോൾ അതുപോലെ അങ്ങ് തട്ടിക്കളഞ്ഞാലും നരേന്ദ്രമോദിയുടെ കാലത്ത് രാഹുൽ ഗാന്ധിയെ തട്ടിക്കളയുമ്പോൾ ഇനി അത് മാത്രമേ ഉള്ളൂ. കാരണം മോദി താഴെ ഇറങ്ങൂല. രാഹുൽ ഗാന്ധിയെ നൈസായിട്ട് നമ്മൾ തട്ടുന്നു, എന്നിട്ടത് മോദിയുടെ തലയിലിടുന്നു. മോദിയുടെ കാലത്താണ് രാഹുൽ ഗാന്ധിയെ തട്ടിയത് എന്നുള്ള നെറേറ്റീവ് വരുത്തി തീർക്കുന്നു. അങ്ങനെ വരുത്തി തീർത്ത് മോദിയെ ഈ രാജ്യത്ത് നിന്നും വലിയൊരു ഭരണവിരുദ്ധ തരംഗവും രാഹുൽ ഗാന്ധിക്ക് വലിയൊരു അനുകൂല സഹതാപവും ഉണ്ടാക്കി നമുക്ക് അധികാരത്തിലേറാം. അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടാടേ നീയൊക്കെ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയൊക്കെ നീയൊക്കെ ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. എനിക്ക് ആ പാവ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. നീയൊക്കെ എന്ത് പറഞ്ഞാലും അങ്ങേര് അത് തൊടാതെ വിശ്വസിച്ച് വന്നിരുന്ന് തത്ത പറയുന്നത് പോലെ തത്തമേ പൂച്ച എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവി മഹാരാജ, അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ. അപ്പോൾ ശരി, അങ്ങനെ ജീവിച്ച് പോട്ടെ.